ഈ സംരക്ഷണമൊക്കെ ഭഗവാന്റെ കൊടിമരം കത്തോണ്ട് പോയാലും അവന്റെ പേർക്ക് കാണിക്കണം. മനസ്സിലായോ? അവന്റെ പേർക്ക് കത്തോണ്ട് പോയവന്റെ നേർക്ക് കാണിക്കണം ഈ രോഷം. അത് നിങ്ങളെ മുത്തു വരയ്ക്കും. കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ഓഫീസർമാരും, കേരളത്തിലെ മുഴുവൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസർമാരും, കേരളത്തിലെ മുഴുവൻ സബ് ഡിവിഷൻ ഓഫീസർമാരും, കേരളത്തിലെ മുഴുവൻ AO ഓഫീസർമാരും ഞങ്ങൾ ഉപയോഗിക്കും. പോലീസ് ആക്ഷൻ എടുത്തോ. 1242 അമ്പലങ്ങളിലും മേജർ A ഗ്രേഡുള്ളതും സെക്കൻഡ് ഗ്രേഡുള്ളതും പെറ്റി ഗ്രേഡുള്ള ദേവസ്വങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും. കാരണം ഞങ്ങളുടെ പണം നഷ്ടപ്പെട്ടെ, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടെ, ഇവിടെ വിശ്വാസി കൊണ്ടുവന്ന് പാവം പിടിച്ചവര് കൊണ്ടുവന്ന് 10-20 കൊണ്ടുവന്ന് വഞ്ചിക്കാതിടുമ്പോൾ ബെൻസ് കാറിലും അതിനകത്തും കയറിയിട്ട് കറങ്ങി നടക്കാൻ ഉപയോഗിക്കുന്നത്. 5 കോടി പ്രളയ ഫണ്ട് തമിഴ്നാടിന്, 25 കോടി അപ്പുറത്ത്, 30 കോടി ഇപ്പുറത്ത്, 3 കോടി ഇപ്പൊ അയ്യപ്പ സംഗമത്തിന്. ശബരിമല അയ്യപ്പന്റെ പണമാണ്. ശബരിമല അയ്യപ്പന്റെ പണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ജനങ്ങളുടെ പൈസയാണ്. അതായത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ പണം അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇവിടുത്തെ CPM-ഉം ഇവിടുത്തെ സർക്കാരും ദേവസ്വം ബോർഡിലെ ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു VK പ്രസാദ് എന്ന് പറഞ്ഞ പ്രസിഡന്റ്, അതിനും വൃത്തികെട്ട ഒരു AC, ഒരു DC, അതിനെക്കാട്ടി വൃത്തികെട്ട ഒരു സെക്രട്ടറി, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് തിരുവാഭരണ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ കേസെടുക്കുന്നതാണ്. ലോക്കൽ പോലീസിനെ അന്വേഷിച്ചുകൂടെ? എന്താ ലോക്കൽ പോലീസ് അന്വേഷിക്കാതെ? കൊട്ടാരക്കര അമ്പലത്തിലുണ്ട് അനുമതി, എന്താ പോലീസ് മുട്ടടിക്കുവോ? വിജിലൻസ് ഒക്കെ പിന്നെ ഞങ്ങൾ കുറെ കേസ് നടത്തിയിട്ടുള്ളതായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. ശബരിമല മാത്രമല്ല, 1242 അമ്പലങ്ങളിൽ അഴിമതിയുണ്ട്, വസ്തു സംബന്ധമായ വിഷയങ്ങളുണ്ട്. ഇവർക്ക് ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ 8 മാസമായിട്ട് അവർക്ക് ശമ്പളം ചെയ്യില്ല. പക്ഷേ ദേവസ്വം ബോർഡിന്റെ അഴിമതി നടത്താനും തെമ്മാട്ടം നടത്താനും AC കാർ പുതിയത് വാങ്ങിക്കാനും പുതിയ ക്രിസ്റ്റ എടുക്കാനും പുതിയ പ്രസിഡന്റുമാർ വരുമ്പോൾ സർക്കിട്ട് അടിക്കാനും പണമുണ്ട്. എന്താ മര്യാദകളാ? മൂലാജി ബാബു എന്ന് പറയുന്ന ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറെ മാറ്റി നിർത്തിയിട്ടൊന്നും കാര്യമില്ല. വ്യക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള SIT അന്വേഷണമല്ല, പോലീസിന്റെ കാര്യം പറഞ്ഞ ശാസ്താംകോട്ട് അമ്പലത്തിലെ സ്വർണ്ണപ്പടിമല അന്വേഷിച്ച സംസ്ഥാന പോലീസ് വിജിലൻസ് ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ട് ISR ഉൾപ്പെടെ പരിശോധിച്ചതാണ്. പോലീസ് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തു അതിനകത്ത് സ്വർണ്ണം ഉണ്ടെന്ന്. ഇപ്പൊ ദേവസ്വം ബോർഡ് പറയും സ്വർണ്ണം ഇല്ലെന്ന്. അതുപോലുള്ള തോന്നിവാസമായിട്ടുള്ള കയ്യും കെട്ടി കാലുമടക്കി വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ 365 ദിവസം അയ്യപ്പനെ കാണാൻ പോകുന്നവരാ. ഞങ്ങൾ വിശ്വാസികളാ. ആ വിശ്വാസികൾക്ക് കൊള്ളും. ശബരിമല കേന്ദ്രീകരിച്ച് ഇത്രയും വലിയ അഴിമതി നടത്തുക പറഞ്ഞാൽ ഒരു മര്യാദ വേണം. ഞങ്ങളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായ നടപടിയാണ്. ഞങ്ങൾ പോലീസിനെ ഞങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നോ ഓഫീസിൽ ഇറങ്ങാൻ? ഒരു വാക്ക് നിങ്ങൾ ഒരാളും ഒരു പോലീസുകാരും ആവശ്യപ്പെട്ടില്ലായിരുന്നു സാറേ. പോലീസ് യുവമോർച്ച കൊല്ലം ജില്ലാ എന്തോ ഇന്ത്യക്കാനും വേണം. ഞങ്ങൾ വന്നോടിക്കലും ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണം തിരിച്ചു കൊണ്ടുവരണം. വിഷയം അല്ല, ഞങ്ങൾ അത് പോലീസിന്റെ സംവിധാനമാണ്. ഞങ്ങൾ പറയാൻ പറ്റും ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ AC കാണണം. അതെയോ ഇത് തിരുവിതാംകൂർ ദേവസ്വം കൂടെ എവിടെ പോയി AC? ഏതെങ്കിലും അതിക്രമം കാണിക്കുകയോ ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ഞങ്ങളുടെ പണം വെച്ചുണ്ടാക്കി ഓഫീസിൽ ഭഗവാന്റെ സ്വത്താണ്. ഞങ്ങൾ ബോംബുണ്ടാക്കാനല്ലാത്ത അറിയാം. നിങ്ങൾ നിയമപരമായി ഇവിടെ നിയമം, ഇവിടെ ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കുന്ന സ്ഥലത്ത് എന്തോ നിയമം. ശബരിമല അയ്യപ്പന്റെ പൈസ കട്ടോണ്ട് പോയപ്പോ നിയമം പരിപാടി സംഘടിച്ചപ്പോൾ അതിന് ആവശ്യമില്ലാതെ ദേവസ്വം ബോർഡിന്റെ CIക്ക് അധികാരമില്ല. പോലീസിന്റെ ഉദ്യോഗസ്ഥർ ഇത്രയും വള്ളം പിടിക്കുന്ന കാര്യം എന്തുവാ? ചീത്ത വിളിച്ചില്ലല്ലോ.
തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് സാർ കേസെടുത്തു. കുഴപ്പമില്ല. എന്താ പറഞ്ഞാൽ സാർ കേസെടുത്തു. ഞാൻ സാറേ ശബരിമല വിഷയത്തിലേക്ക് ഞങ്ങൾ ജയിലിൽ പോയിട്ടുള്ളത്. അല്ല പിന്നെന്തോ നിങ്ങൾ ഞാൻ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ വിഷയം നിങ്ങൾ ചുമ്മാ കിടന്ന് അടിച്ചൊരു കാര്യമുണ്ടോ? ചുമ്മാ അല്ല നിങ്ങൾ നിങ്ങൾ എന്താ പറയുന്നത്? അല്ല നിങ്ങൾ എന്താ ഇവിടെ പറയണേ? ഇവിടെ പറയുന്നത് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ അമ്പലങ്ങളുടെയും സ്വർണം അത് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇവിടെ വന്നത് ആരെങ്കിലും കാണാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് പോകാം. ഇവിടെ കയറി ബഹളം വെക്കാൻ പറ്റില്ല എന്ന് പോലീസ് മാന്യമായിട്ട് നിങ്ങളുടെ അതനുസരിച്ച് നിങ്ങൾക്ക് ഭഗവാന്റെ പണം വെച്ച് ഉപയോഗിച്ച് ഓഫീസിൽ സാമ്യ ശർമ്മ വിളിക്കുമ്പോ ആർക്കാണ് നോവുന്നത്? അല്ല ഞങ്ങൾക്ക് നിങ്ങൾ നിയമപരമായി ഒരു ഓഫീസിൽ കയറി ഇങ്ങനെ ബഹളം വെക്കാൻ ഇത് ദേവസ്വം ബോർഡ് ഓഫീസാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസാണ്. അവിടെ നിങ്ങളെ സമരം വെക്കാൻ പറ്റില്ല. അല്ല അടിവരയിട്ട് പറഞ്ഞേക്കാം. ചുമ്മാ ബഹളം വെക്കാനാണ് അസഹിക്തമായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞു. സ്വാമി അയ്യപ്പ പ്രതിഷേധ സ്വരമാണോ? ദേവസ്വം ബോർഡ് 1042 അമ്പലങ്ങൾ കാണണമെങ്കിൽ പരാതി കൊടുക്കണമെങ്കിൽ കൊടുക്ക്. പരാതി കൊടുക്കാൻ സാറേ ഞങ്ങൾ കേരളം മൊത്തം ഇത് SIT അന്വേഷിക്കുന്നത്. ഇത് ഇതിനകത്ത് പിന്നെ AOയ്ക്കും ACക്കും പരാതി കൊടുക്കാൻ പറഞ്ഞ സാർ SHO ആണോ? സാറിന് അറിയത്തില്ലേ? സാറിന് അറിയത്തില്ലേ? ഞങ്ങളെ പ്രതിഷേധങ്ങൾ പിന്നെ എവിടെ പോയി കാണും? പോലീസ് സ്റ്റേഷൻ. അല്ല അതെ ആയിക്കോട്ടെ. സാറ് ഞങ്ങൾക്ക് മര്യാദക്കാണല്ലോ സംസാരിച്ചത്. പക്ഷെ അങ്ങനെ പോലീസിനെ സാറിന് കൊടുക്കണ്ട. സാറിന് കൊടുക്കണ്ട. എന്തോ അതുണ്ടാവും. അതൊക്കെ ഉണ്ടാവും. എവിടെ പിരിഞ്ഞു പോകുന്നത്? എന്നാ പിന്നെ പോലീസുകാർ പറഞ്ഞിട്ട് രേഖാമൂല SI എഴുതാം. പ്രതിഷേധ സ്വാമീഷാണോ ഇപ്പൊ വിളിക്കാൻ പറ്റുന്നത്? പോലീസ് മാനുവൽ മാത്രം വായിച്ചാൽ മതി സാറേ. ദേവസ്വം മാനുവൽ കൂടെ വായിക്കണം. ചുമ്മാ 50-100 പേരെ കൂടെ ഇവിടെ പരിപാടി നടത്താൻ ഞങ്ങൾ ഇവിടെ അക്രമം ചെയ്യാതെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഏസയും അതിന് താഴെയുള്ളവർ കാണണമെങ്കിൽ പരാതി കൊടുക്കാം. എന്തോ സമരം ചെയ്യാം. എന്തോ പരാതി അല്ല നിങ്ങൾ ഇവിടെ വന്നേ. അല്ല സാർ ഉറപ്പരാം. അല്ല നിങ്ങൾ എന്റെ ഞാൻ പരാതി കേസ് ഉറപ്പരാം. പിന്നെ എന്ത് പരാതി? എന്നെ ബാധിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഉറപ്പ് തരാം. എവിടെ എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ എന്റെ കീഴിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് സമരം ചെയ്യാമെങ്കിൽ സമരം ചെയ്യാം. ആരെങ്കിലും കാണണമെങ്കിൽ കാണാം. അല്ലാതെ വെറുതെ സംസാരിക്കുന്ന കാര്യമില്ലല്ലോ. ഒരു കേസ് സമരം ചെയ്തോ? ചീത്ത വിളിക്കുകയോ ഈ ഓഫീസ് ആക്രമിക്കുകയോ അല്ലെങ്കിൽ വേറെ പ്രതിഷേധം വിളിക്കുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ കേസെടുക്കാൻ ഞങ്ങളെ പിടിച്ച് വെളിയിലാക്കാം. ഇതിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? വന്ന സ്പോട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞാലേ ഞങ്ങൾ വന്ന പിന്നീട് ഓഫീസൊന്നുമല്ല. എവിടെ ഇറങ്ങി പോകാൻ പറയാം? ഞങ്ങളെ പൈസ ഉപയോഗിച്ച് പറഞ്ഞ കെട്ടിടത്തിന് വന്നപ്പോഴേ ഇറങ്ങി പോകാൻ പറയാന് ഇതെന്ത്? അതെന്ത് നിയമം? എന്ത് നിയമം? പ്രതിഷേധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് നിങ്ങൾ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? പിന്നെ വന്ന പൊട്ടി മാന്യമായ വിഷയം പലതരത്തിലുണ്ട്. നിങ്ങൾ ഇവിടെ വന്നത് ഓഫീസാണെങ്കിൽ ഏഴില്ല. അത് നിങ്ങൾ ദേവസ്വം ബോർഡിന് മേലിലുള്ളൂ. വിഷയം ഏതാണ്?
ഏത് മാന്യതയില്ലാത്ത മാന്യതയില്ല. ഒരാളുടെ ജീവൻ സംരക്ഷണം പോലീസിന്റെ പണിയാണ്. അത് എല്ലാവരും അല്ല എല്ലാവരുടെയും. അപ്പൊ ഇവിടെ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ പോലീസ് വരും. പോലീസ് ഇറങ്ങാൻ പറയും. പോലീസ് വന്നിട്ട് പോലീസിന് നേർക്കെതിരെ യുവമോർച്ച പ്രവർത്തനം ചെയ്തായിരുന്നു. അല്ല നിങ്ങൾ യുവമോർച്ച ഏതായാലും ആര് വന്നാലും ഏത് പുറത്തിറങ്ങാൻ പറഞ്ഞ സാറി പറഞ്ഞേ വന്ന സ്പോട്ട് ഇറങ്ങി പോകാൻ കൊട്ടാരക്കരയിലാണ് യുവമോർച്ച ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്കുള്ള പ്രതിഷേധം ആണ് ഇപ്പോൾ സംഘർഷത്തിലെത്തിയിരിക്കുന്നത്. പോലീസ് സമരക്കാരെ തടയാൻ ശ്രമിച്ചു. ശരണമയ്യപ്പോ എന്ന് പറയുന്നത് അത് കൈ ഉയർത്തി വിളിക്കുന്നത് സ്വാമിയെ ഹൃദയം പൊട്ടി വിളിക്കുന്നത് ഞങ്ങൾ പിന്നെ ദേവസ്വം ബോർഡ് ഓഫീസ് ശബരിമല ദേവസ്വം ബോർഡ് നിങ്ങളുടെ ആവശ്യം സാറേ യുവമോർച്ച പ്രവർത്തകനെ അല്ല അത് പരിശോധിക്കപ്പെടേണ്ട വിഷയം. നിങ്ങളുടെ ഇവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും കാണാനാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ജൂനിയർ സൂപ്രണ്ടിനെ കാണാം. ജൂനിയർ സൂപ്രണ്ടിനെ ഒരാൾക്ക് കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാരണം ഈ അമ്പലവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആണോ? ഈ അമ്പലവുമായിട്ട് റിലേറ്റ് കൊട്ടാരക്കര അമ്പലവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന് കയറി പറ. ഇനി ശബരിമലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൊട്ടാരക്കര അമ്പലത്തിൽ പറയാൻ പറ്റും. 5 ഡെപ്യൂട്ടി ഓഫീസർമാരുണ്ട്. 1242 അമ്പലങ്ങളുണ്ട്. ശരി, ഇവിടെ ഒരു വിഷയം വരുവാണെങ്കിൽ ഡെപ്യൂട്ടി അറിയിക്കാം. ഇവിടെ ജൂനിയർ സൂപ്രണ്ടുണ്ടോ? ജൂനിയർ സൂപ്രണ്ടിനെ വല്ലതും കണ്ട് പറയാനുണ്ടെങ്കിൽ രണ്ടുപേർക്ക് പറയാം. ആവശ്യമില്ലാതെ യുവമോർച്ച പ്രവർത്തകരെ മർദ്ദിക്കുക, തള്ളിയിടുക, സമരത്തിൽ സമരം ചെയ്യാൻ വരുമ്പോ സമരം ചെയ്യുന്നവരാണെങ്കിൽ കൊട്ടാരക്കര പറഞ്ഞോട്ടെ. അതൊന്ന് പറഞ്ഞോട്ടെ, യുവമോർച്ച സമരം ചെയ്യുന്നത് ഇങ്ങനെയല്ല. അതെല്ലാം അറിയാമല്ലോ. പോലീസ് തടയുന്നത് ഇങ്ങനെയല്ലല്ലോ. അല്ല എന്തൊരു അതുകൊണ്ടല്ലേ നിങ്ങൾ ആരല്ലേ പറഞ്ഞത്? ഒന്നും അല്ല. ഇവിടുത്തെ ഹോൾസെയിൽ ഉത്തരവാദിത്തം നിങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുന്നു. ഒരു ആവശ്യത പ്രശ്നം ഉണ്ടാക്കുന്നത് രണ്ടുപേരും ഇവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാർ എന്താണെന്ന് നിങ്ങൾക്കുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ കുട്ടികളാനോ നിങ്ങളാണ് വോട്ടിട്ട് പോയതെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇതിന് മുന്നിൽ നിന്ന VK പ്രസാദ് ഉൾപ്പെടെ അജികുമാർ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ അന്നത്തെ മൂജാരി ബാബു എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള കൃത്യമായി കൃത്യം ചെയ്തു എന്ന് ആ ഒരു പ്രാഥമിക നിഗമനത്തിലെത്തി ഇന്ന് മൂജാരി ബാബുവിനെ മാറ്റി നിർത്തിയേക്കാം. അല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേരളം മുഴുവനുള്ള 1242 അമ്പലങ്ങളിൽ ശബരിമല ഉൾപ്പെടുന്ന അമ്പലങ്ങളിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധങ്ങളുണ്ടാകും. ഇനി നാളെ മുതൽ നിങ്ങൾക്ക് ഇതിന് ഈ നിമിഷം തൊട്ട് ഞങ്ങൾ യുവമോർച്ച കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ പറയുകയാണ്. ഇതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായി. ശാസ്താംകോട്ട അമ്പലത്തിലെ 5.5 കിലോ സ്വർണ്ണവും ശബരിമലയിലെ 3.5 കിലോ സ്വർണ്ണം എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപ. ശാസ്താംകോട്ടയിലെ 8.5 കോടി രൂപയുടെ അഴിമതി. ഇരിക്കുന്ന അജയ്കുമാർ ജീവനക്കാരനൊക്കെ അറിയാം. 8.5 കോടി രൂപയുടെ അഴിമതി. ശബരിമലയിൽ 4.5 കോടി രൂപയുടെ അഴിമതി. സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളത് തിരിച്ചു കൊണ്ടുവന്നില്ല എന്ന് ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ JS ആയിട്ടുള്ള സാറും AC ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ പ്രവർത്തിപ്പിക്കുക, ഓഫീസ് പ്രവർത്തിപ്പിക്കുക ഞങ്ങൾ അനുവദിക്കും. രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ വാസവനും ഈ മിനിസ്റ്റർ വാസവനും ഈ പ്രസിഡന്റ് VK പ്രശാന്ത് ഈ കൊല്ലത്തിന്റെ ഏതെങ്കിലും വഴി പോകാൻ ഞങ്ങൾ കാലുകുത്തിപ്പിക്കത്തില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാകും.
അത് പറയാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യണം നിങ്ങളാണ്. റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോഴത്തെ അതോറിറ്റി സാറാണ്. അല്ലാതെ സാർ റിപ്പോർട്ട് ചെയ്യണം. ഇത് ഇപ്പോൾ പിൻവാങ്ങുന്നത് നിങ്ങൾ വിളിച്ച പോലീസുകാരെ കണ്ടിട്ടോ ഇവിടുത്തെ അല്ല ഞാൻ പറഞ്ഞോട്ടെ സാറേ, ആരും കണ്ടിട്ടല്ല യുവമോർച്ചക്കാർ പിന്മാറുന്നത്. ഞങ്ങൾ മര്യാദയ്ക്ക് സമരം ചെയ്യാവുന്നവരാണ്. പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ആ പ്രതിഷേധത്തിന് ഫലം കണ്ടില്ലെങ്കിൽ യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ ഇനി വരും. വിവരം റിപ്പോർട്ടിലല്ല, ഇതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 100% സപ്പോർട്ട് ഉണ്ടാവണം, നടപടി ഉണ്ടാവണം. നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന ഭഗവാന്റെയാണ്. ആ ഒരു നിങ്ങളുടെ കുടുംബം നിങ്ങൾ പോറ്റുന്നത് ഭഗവാന്റെ ഇതാണ്. എനിക്കറിയാം സാറേ. കാരണം വെച്ചാൽ 25 കോടി രൂപ ആന്ധ്രയിലേക്ക് പ്രളയം നടത്തിയപ്പോഴും അതേപോലെ ഇവിടെ പ്രളയം നടന്ന 5 കോടി, ഇപ്പുറത്ത് 10 കോടി, 3 കോടിക്ക് സംഗമം, ഇതൊക്കെ നടത്താൻ ദേവസ്വം ബോർഡിലേക്ക് പൈസ ഉണ്ടല്ലോ. ഒരു വർഷം ഒരു എല്ലാ മാസങ്ങളും ഉടുപ്പുണ്ടല്ലോ. ഒരു ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് അറിയാമല്ലോ. 1142 അമ്പലങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. ഏറ്റുമാനൂർ ഉൾപ്പെടെ, ചെട്ടികളങ്ങഞ്ഞം ഉൾപ്പെടെ, ശാസ്താംകോട്ട ഉൾപ്പെടെ, കൊട്ടാരക്കര ഉൾപ്പെടെ, കടവൂർ ഉൾപ്പെടെയുള്ള അമ്പലങ്ങളുണ്ട്, ഏറ്റവും വലിയ അമ്പലങ്ങൾ. ആ അമ്പലങ്ങളുടെ വരുമാനം എവിടെ പോകുന്നു സാറേ? അന്ത്യത്തിരി കത്തിക്കാൻ വകയില്ലാത്ത ക്ഷേത്രങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അന്ന് ഈ ദേവസ്വം ബോർഡ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ വിട്ടുകൊടുത്തത്. അന്ത്യത്തിരി കത്തിക്കാൻ ഇന്ന് ഹിന്ദുവിന് യാതൊരു ഇതുമില്ല. ഹിന്ദു അന്ത്യത്തിരി കത്തിച്ചോളൂ, ഇതങ്ങ് വിട്ടു തന്നാൽ മതി. അതാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഇത് കണ്ടെത്തിയുണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനമായി വർക്ക് ചെയ്യില്ല. അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ നേരിടും. നാളെ തൊട്ട് ഓഫീസ് പ്രവർത്തിപ്പിക്കാനാണ് ഉറപ്പായിട്ടും പ്രവർത്തില്ല. ഹിന്ദുവിന്റെ പൈസ അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു രാഷ്ട്രീയ കുത്തുവെച്ചടവും ചെയ്യുവാൻ യുവമോർച്ച അനുവദിക്കില്ല. അതിന് വ്യക്തമായി യുവമോർച്ച ഉണ്ടാവും. ഇതാണ് ഇപ്പൊ ഈ സമയത്ത് മാത്രം പറയുകയാണ്. ഇത് ഒരു ഇതായിട്ട് ഭീഷണിയായിട്ടൊന്നുമല്ല. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാവും. യുവമോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപയോഗ പരിപാടിയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൊട്ടാരക്കര AC ഓഫീസിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കേരളത്തിലെ 1245 അമ്പലങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെറുതും വലുതുമായിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണ്ണക്കൊള്ള, അതേപോലെ സാമ്പത്തിക അപകടങ്ങൾ, അതേപോലെ വസ്തുക്കൊള്ള, അനധികൃതമായിട്ടുള്ള എൻക്രോച്ച്മെന്റ്, ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ സർക്കാരിനെ കൊണ്ട് ദേവസ്വം ബോർഡിലെ വസ്തു കൈയേർപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രവണതകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശാശ്വതമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം. മാത്രമല്ല, ശബരിമലയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണ്ണവും, ശാസ്താംകോട്ട അമ്പലത്തിലെ സ്വർണ്ണവും, അതേപോലെ കേരളത്തിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണ്ണങ്ങൾ മൊത്തം ഏറ്റുമാനൂർ അമ്പലവും ശ്രീവല്ലം അമ്പലം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് സ്വർണ്ണം കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇതാണ് ശബരിമല അയ്യപ്പന്റെ പട്ടബന്ധാസനത്തിൽ ഇരിക്കുന്ന ആ ചിന്മുദ്രയോടുകൂടി ആ വിഗ്രഹത്തിന്റെ മുകളിൽ ചാർത്തിയിട്ടുള്ള യോഗദണ്ഡും, സ്വർണ്ണത്തിൽ പൊതിഞ്ഞ യോഗദണ്ഡും, അതേപോലെ തന്നെ 108 എണ്ണമുള്ള രുദ്രാക്ഷമാലയും, ആ മാലയും കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ബോർഡ് കേന്ദ്രീകരിച്ച് CPMന്റെ ഖജനാവ് കൊള്ളയടിച്ചു, കേരളം കൊള്ളയടിച്ചു. ഇതെല്ലാം കൊള്ളയടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഹിന്ദു ഹൃദയത്തിൽ സൂക്ഷിച്ച, ഇവിടുത്തെ വിശ്വാസി ഹൃദയത്തിൽ സൂക്ഷിച്ച ശബരിമല എന്ന് പറയുന്ന ആ പുണ്യഭൂമിയുടെ പവിത്രത നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി കഴിഞ്ഞ 4-5 വർഷം മുമ്പ്, 8 വർഷം മുമ്പ് 2016, 2017, 2018 നവംബർ മാസം 16-ാം തീയതി മുതൽ ശബരിമലയെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ട് 2 യുവതികളെ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അതിന്റെ മറവിലാണ് ഇതുപോലുള്ള തെമ്മാടിത്തരം ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്നത്. PK പ്രശാന്തും അതേപോലെ തന്നെ മന്ത്രി വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറിയും കമ്മീഷണറും ഉൾപ്പെടെയുള്ളവര് ഈ കൊല്ലത്തിന്റെ മണ്ണിൽ, അതേപോലെ അച്ചൻകോവിൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, ശാസ്താംകോട്ട പോലുള്ള പ്രധാനപ്പെട്ട ശബരിമല ശാസ്താക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊല്ലം. ആ കൊല്ലത്തിന്റെ മണ്ണിൽ ഇവിടുത്തെ CPMന്റെ നേതാക്കന്മാരും അതേപോലെ ഈ മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും കാലുകുത്തുവാൻ വേണ്ടി യുവമോർച്ച അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ വേണ്ടി യുവമോർച്ചയുടെ കൊല്ലം ജില്ലയുടെ, കൊല്ലം ഈസ്റ്റ് ജില്ലയുടെ യുവമോർച്ച കൊല്ലം ജില്ലാ പ്രസിഡന്റ് ശ്രീ അഖിൽ ശാസ്താംകോട്ടയെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട യുവമോർച്ചയുടെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ മഹേഷ് മണികണ്ഠൻ, ജില്ലാ ഭാരവാഹികളായിട്ടുള്ള അബി, അതേപോലെ രാഹുല്, ആനന്ദൻ, മറ്റ് പ്രധാനപ്പെട്ട യുവമോർച്ച പ്രവർത്തകരെ, നമ്മൾ ജനറൽ സെക്രട്ടറി ഉദ്ദേശിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മളൊരു പ്രതിഷേധമായിട്ട്, ഒരു മാർച്ചുമായിട്ടല്ല നമ്മളിപ്പോൾ ഈ ഓഫീസിലേക്ക് കടന്നു വന്നത്. നമ്മുടെ പ്രതിഷേധം, നമ്മുടെ ആവശ്യങ്ങൾ ഇവിടുത്തെ AC-യെ ധരിപ്പിക്കുക, അതിന് ഒരു മറുപടി അദ്ദേഹത്തിന്റെ മേഡത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു ഒരു ചെറിയ പ്രതിഷേധമായിട്ട് നമ്മളിപ്പോൾ കടന്നു വന്നത്. പക്ഷേ ഇന്ന് AC ഇവിടെ ഇല്ല, ലീവാന്ന് പറഞ്ഞു. ഇവിടെ JS മാത്രമേ ഉള്ളൂ, സൂപ്രണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ സമാധാനപരമായിട്ട് സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിച്ചാണ് നമ്മൾ ഈ ഓഫീസിനകത്ത് കയറിയിരുന്ന് നമ്മുടെ പ്രതിഷേധം അറിയിച്ചത്. ആ പ്രതിഷേധം അറിയിക്കുന്ന ആ നിമിഷം തന്നെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു 10 പോലീസുകാരെത്തി ഒരു പ്രയോജനപരമില്ലാതെ, ഒരു അക്രമവും കാണിക്കാതെ യുവമോർച്ച പ്രവർത്തകരെ കുത്തിന് പിടിച്ച് യുവമോർച്ച ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എന്നെയും ജനറൽ സെക്രട്ടറിയായിട്ടുള്ള മഹേഷിനെ ഉൾപ്പെടെ ലാത്തിയും കൊണ്ട് കുത്തി
മനു എന്ന് പേരുള്ള ഒരു പോലീസുകാരൻ ഇവിടുന്ന് തള്ളി ഇറക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവിടെ സംജാതമായിട്ടുള്ളത്. ഇത് യുവമോർച്ചയുടെ പ്രതിഷേധം എന്ന് പറയുമ്പോൾ 4-5 പോലീസുകാരെ കൊണ്ട് നിർത്തി ഒന്ന് പേടിപ്പിച്ചാൽ പിണറായിയും ഇവിടുത്തെ ബാലഗോപാലും വിളിച്ചു പറഞ്ഞ് യുവമോർച്ചക്കാരങ്ങ് പിന്നോട്ട് പോകുന്ന ഇവിടുത്തെ ഒരു പോലീസ് ഏമാന്മാരും വിചാരിക്കേണ്ട. യുവമോർച്ചയുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും നാളുകളിൽ ഇതേ ഓഫീസിലേക്ക് തന്നെ യുവമോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും. ഇതിന് വ്യക്തമായിട്ട് അന്വേഷണം ഉണ്ടാകണം. ആ വ്യക്തമായിട്ട് അന്വേഷണം ചെയ്ത് ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി വാസവൻ, അതേപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് എന്നിവരെ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടണം. അവർക്കെതിരെ ഈ അഴിമതിക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്നത് വരെ യുവമോർച്ച സംസ്ഥാനവും യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയും സമര രംഗത്തുണ്ടാകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. ഇതൊരു സൂചനാ സമരമാണ്. ഇന്നൊരു പ്രതിഷേധം നടത്തി ഞങ്ങൾ പിന്നോട്ട് പോകില്ല. വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും മാത്രം ഇവിടുത്തെ പോലീസ് ഏമാമാര് കേൾക്കാനും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കേൾക്കാനും പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.